ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കാവുന്നതാണ്. ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ കറണ്ട് ഫീലിംഗ് എന്താണ്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജിയെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റീഡിംഗ് നോക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് എനിക്ക് റീഡിങ്സ് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് മറ്റൊന്നുമില്ല, എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളതാണ്. നിങ്ങൾക്കത് അറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോവാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ കറണ്ട് ഫീലിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒന്ന് ബ്രീത്തിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് റെസണേറ്റ് ആക്കാൻ പറ്റും. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളെ തേടിയെത്തുന്നത് അപ്പോൾ മുതലായിരിക്കും ഈ റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണ്, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളതാണ്. എംപറർ എന്നുള്ള ഒരു കാർഡാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ്? ഇപ്പോഴത്തെ അവരുടെ മനസ്സിലുള്ള വിചാരങ്ങൾ എന്തൊക്കെയാണ്? 3 കാർഡ്സ് വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്? നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് അവരുടെ മനസ്സിലിപ്പോൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ എന്താണ് അവർ വിചാരിക്കുന്നത് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ്? എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്? നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ്? നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ചില കോംപ്ലിക്കേഷൻസിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ വളരെ അടുത്തൊരു വ്യക്തിയാണിത്. നിങ്ങളുടെ വളരെ അടുത്തൊരു റിലേറ്റീവ് ആയിരിക്കാം, നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യ ആയിരിക്കാം, എന്തും നിങ്ങൾ അറിയുന്ന, നിങ്ങൾക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ചില സംഘർഷങ്ങൾ, അത് മാനസിക സംഘർഷങ്ങളായിരിക്കും, അതല്ല ഏതെങ്കിലും രീതിയിലുള്ള വഴക്കുകളായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഈ ഒരു വ്യക്തി നിങ്ങളെ തടയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അറിയുന്നിടത്തു തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കേജ് എന്ന് വേണം പറയാൻ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില ബ്ലോക്കേജുകൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കാർഡ്സ് കൂടി ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. കിങ് ഓഫ് വോൺസ് ഉണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസ്, ഹിറോഫൻറ്റ് വന്നിട്ടുണ്ട്, ദ വേൾഡ് എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മറ്റ് ചില ആളുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇടപെടുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചില ആളുകളുടെ ഇൻഫ്ലുവൻസോട് കൂടി ഈ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറുന്നുണ്ട്. ആൻഡ് അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനുകൾ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ അടുത്ത് അവർക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉള്ളത്. നിങ്ങളോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ആൾ പെരുമാറുന്നത്. ആൻഡ് ദർ ഇസ് എ ഷാഡോ സെൽഫ്. ഈ ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇനി അതൊരു ശരിയാവില്ല എന്നുള്ള ചില ചിന്തകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, ചില എന്താ പറയുക, മറ്റുള്ള ആളുകൾ ഇടപെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചില ആളുകൾ ഇടപെടുന്നതിൻ്റെ ചില സൂചനകളും ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. എനിവേ ഇറ്റ്സ് നോട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻ അല്ല. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് നോക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞ് നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതായത് ഒരു കൂട്ടിലിട്ട കിളിയുടെ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്കുള്ളത്. ഓവർ പ്രൊട്ടക്റ്റീവ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളോട് പല രീതിയിലായിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങളോട് അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ തരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ണർ ആണെങ്കിൽ കൂടി ഒരു ഫാദർ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യും, ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾക്ക് നോ പറയുക, കുറേ കാര്യങ്ങൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുക, അങ്ങനെ കുറച്ചൊരു ടോക്സിസിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. ഓക്കെ, അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങളെ ആരും ഹേർട്ട് ചെയ്യരുത് എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളെ ഹേർട്ട് ചെയ്യാറുണ്ട്. അതായത് മറ്റുള്ളവർ ഹേർട്ട് ചെയ്യരുതെന്ന് വിചാരിച്ച് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടിലിട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഹേർട്ടാവുന്നുണ്ടെന്ന് വേണം പറയാൻ. ഒരു ഫിസിക്കൽ ലെവലിലുള്ള ഒരു സ്നേഹം, അതിൻ്റെ ഒരു പ്രസൻസ് ഇവിടെയുണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ അവർ വളരെ എക്സൈറ്റഡ് ആവാറുണ്ടെന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളോട്. അതായത് അവരിങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യണം എങ്കിലാണ് നിങ്ങൾ നല്ലതായിട്ടിരിക്കുക എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മേ ബി നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയേക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. അവർ വിചാരിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ എങ്ങോട്ട് പോയാലും ഇവർ കൂടെ കാണും. ഇപ്പം ബോബനും മോളിലെ നായ്ക്കുട്ടിയെ പോലെ എങ്ങോട്ട് തിരിഞ്ഞാലും ഇവർ കൂടെ കാണും. അവർ ഇപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിലും അല്ലാതെ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിലും എങ്ങോട്ട് ഇറങ്ങിയാലും എപ്പോഴും നിങ്ങളുടെ കൂടെ ഇങ്ങനെ പ്രൊട്ടക്ഷനായിട്ട് ഇവർ കാണും. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തോന്നുന്നത് അവർ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾ സേഫ് ആകുള്ളൂ എന്നുള്ളതായിരിക്കും. ഓക്കെ, അതായത് ഭൂമി അവസാനിക്കുന്നിടം വരെയും ഇവർ നിങ്ങളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു വിചാരം. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് വരുമ്പോൾ ആക്ച്വലി നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ചില വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ചില ഡിസഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരേ അഭിപ്രായമല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ശരിയായി വരുമെന്ന് അവർക്ക് വിചാരമുണ്ട്. സോ അവർ പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് അതിലേക്ക് അവർ പറയുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും. ഇവർക്ക് പ്രത്യേകിച്ചുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതാണ് ശരിയെന്നാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, അവർ പല കാര്യങ്ങളും നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് മേ ബി ഒരു റോങ് വേയിലാണെങ്കിൽ കൂടി അത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോട് ചേർത്തിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇവർ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്ത് റിലേഷൻ ആണെങ്കിലും ആ ഒരു വ്യക്തിയായിട്ട് സോളിഡ് ഫൗണ്ടേഷൻ, അതായത് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാലക്രമേണ ഇത് നല്ല രസമായിട്ട് വരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫൗണ്ടേഷൻ ഇതായി വരും എന്നുള്ള കാര്യം അവർ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെയധികം ഓണസ്റ്റ് ആയിരിക്കാം, അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ വളരെയധികം ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ട്രോങ് കണക്ഷൻ ആയിരിക്കും നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 കാർഡ്സ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഓപ്പൺ കോൺവെർസേഷന് തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോവാം. ഇപ്പോഴുള്ള നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു അന്തരം അല്ലെങ്കിൽ ഈ ഒരു വഴക്ക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉള്ള ഒരു സമയമാണിത്. ആൻഡ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഗോൾസ് ഒരുമിച്ച് അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളൊരു വിദേശ യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ നേച്ചർ
പല രീതിയിലും നിങ്ങൾക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ജെന്യുവിനിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഇതിനകത്ത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷന് തയ്യാറാവുക, നിങ്ങൾ ലവ് ലൈഫ് കുറേയും കൂടെ ബെറ്റർ ആവും. അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ശരിയായി കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതാവാനും ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ പ്രൗഡൊക്കെയാണ്, അവർക്ക് അഭിമാനമുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ. ഓക്കെ, അവർക്ക് ശരിക്കും സ്നേഹം എന്നുള്ള കാര്യം നിങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, എന്താണ് മറ്റുള്ളവർ ചിന്തിക്കുന്നതെന്ന് വിചാരിച്ച് അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം മറച്ചു വെക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല ഈ ഒരു വ്യക്തി. പക്ഷേ അവരുടെ അപ്രോച്ച് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺവെർസേഷന് നിങ്ങൾ റെഡിയാവുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാർട്ട് കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം സ്മൂത്ത് ആക്കി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, വീണ്ടും ഈ കാർഡുകൾ പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഡീപ്പ് ലവ് ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ അവർ ഹോട്ട് ടെമ്പേർഡായിരിക്കും, പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്ന് അവർ ക്യുക്കായിട്ട് അവരുടെ മൂഡ് ചേഞ്ച് ചെയ്യുക, പെട്ടെന്ന് നിങ്ങളോട് ദേഷ്യപ്പെടുക, എടുത്തു ചാടി മറുപടി പറയുക, അത് പലപ്പോഴും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, കുറച്ച് ചൂടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പല കാര്യങ്ങളും പെട്ടെന്ന് മറക്കും. ഇപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായാലും അടുത്ത മൊമെൻറ്റിൽ അവർ നിങ്ങളോട് വന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ആയിരിക്കും പെരുമാറുക. അങ്ങനെ ഉണ്ടായെന്ന് വരാം. ഓക്കെ, സോ അവർ പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും. പക്ഷേ എന്നാലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അവരുടെ നിങ്ങളോടുള്ള അപ്രോച്ചിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളത്ര സ്മൂത്ത് ആയിട്ടുള്ള സമയമായിരിക്കില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനൊരു അടിത്തറയുണ്ടായിരുന്നു. ഓക്കെ, ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അവർ റെഡിയാണ്. ഓക്കെ, എത്ര ടഫ് സിറ്റുവേഷനിലേക്ക് പോയാലും നിങ്ങളെ അവർ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കും ഇതുകൊണ്ട് ഇതെല്ലാം തീർന്നു. ഇപ്പോഴും അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഇത് കഴിഞ്ഞു, ഈ ഒരു ബന്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരിക്കും അവർ വീണ്ടും തിരിച്ചു വരിക. സോ അവരുടെ മനസ്സിൽ ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് വിട്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ വിചാരിക്കുന്ന എൻ്റെ സ്നേഹം എന്താണെന്ന് അവരെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കണം എന്നായിരിക്കും അവർ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം കാണിക്കുന്ന കാര്യത്തിൽ അവർ ഫുള്ളി ഫോക്കസ്ഡ് ആണ് ചില സമയത്ത്. പക്ഷേ അവർ വിചാരിക്കുന്ന രീതിയിൽ ആയിരിക്കത്തില്ല അത് ഡെലിവർ ആവുന്നത്. ഇവരുടെ ഈ ഒരു നേച്ചർ കാരണമാണ് കേട്ടോ, അത് അവരുടെ ആ ഒരു ഹോട്ട് ടെമ്പേർഡ് നേച്ചർ കാരണമാണ്. അവർ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ ചില സമയത്ത് അവരുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാൻ നിന്നെ എത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറയുന്നു, ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നതെന്നൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു എന്താ പറയുക നെഗടിക്കുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു വ്യക്തി എത്ര ഹോട്ട് ടെമ്പേർഡ് ആണെന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ചൂടാകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ അങ്ങേയറ്റത്തിലേക്ക് പോകുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും നിങ്ങളോട് ഗൈഡ് ചെയ്യാൻ അവരെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുക. ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെ ഒരു മെൻറ്ററായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ടൊക്കെ ഈ ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഉള്ളിൽ അവർക്ക് നിങ്ങളാണ് അവരുടെ ഒരു റോൾ മോഡൽ എന്ന് ചിലപ്പം അവരുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കൂടത്തിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് നിങ്ങൾ ചിലപ്പം ഇച്ചിരി നോളജൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് സ്പിരിച്വലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ കേട്ടോ, അങ്ങനെ അതല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, സ്പിരിച്വലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അറിവുണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു റെസ്പെക്റ്റൊക്കെ എപ്പോഴും നിങ്ങളോടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിൻ്റെ സമയത്താണെങ്കിലും ആ ഒരു ഇതൊക്കെ നിങ്ങളുടെ
ഇടയിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് കേട്ടോ, സ്നേഹമുണ്ട്. ആൻഡ് നിങ്ങളുള്ളപ്പോഴാണ് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവാമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് മുന്നോട്ട് പോവില്ലായിരിക്കും, അല്ലെങ്കിൽ ഇത് തീരുന്നു, ഈ ഒരു റിലേഷൻഷിപ്പ് തീർന്നു, നിങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആക്ച്വലി നിങ്ങൾക്കിത് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, നിങ്ങളൊരു ഓപ്പൺ കോൺവെർസേഷനിലൂടെ ഇത് പരിഹരിക്കാവുന്നൊരു റിലേഷൻഷിപ്പാണ്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുണ്ടല്ലോ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് എങ്ങനെ അവർ പെരുമാറുമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, അവർ ലെറ്റ് ഗോ ചെയ്യാൻ അവർ റെഡിയല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറല്ലാത്തത്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്, ചില ആളുകൾ നിങ്ങൾക്കിടയിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം, ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ നിങ്ങളോട് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും ഇടപെടുന്നത്, അവർ ഭയങ്കര ചൂടാവുന്ന ആളായിരിക്കും. ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട്. ഓക്കെ, ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ ഈ ഒരു വ്യക്തികളുടെ പ്രസൻസ് കൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത്, ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെയായിരിക്കും, നിങ്ങളുടെ വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലെ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇങ്ങനെ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ശരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ കാണുന്നവർക്ക് തോന്നുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഇവർ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്കൂടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു റീഡിങ്ങിൽ കാണാം. താങ്ക് യു.